Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 30th lecture of Management Concepts and Thought. In today's session, we are discussing about the types of organizational culture. Let us understand the types of organizational culture. First one, normative culture. In such a culture, the norms and procedures of the organization and predefined and the rules and regulations are set as per the existing guidelines. The employees behave in an ideal way and strictly adhere to the policies of the organization. No employees dare to break the rules and stick to the already laid policies. Types of organizational culture, first one ആണ് നോർമേറ്റീവ് കൾച്ചർ. നോർമേറ്റീവ് കൾച്ചർ പറയുന്നത് ഓർഗനൈസേഷനിൽ കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സും നോംസും ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഓർഗനൈസേഷൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതിനനുസരിച്ചാണ് ഓർഗനൈസേഷനിൽ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്ന ആ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ്. എംപ്ലോയീസ് ബിഹേവ് ചെയ്യേണ്ടത് ഓർഗനൈസേഷനിലെ പോളിസീസിനെയും അത് പറയുന്ന രീതിയും അനുസരിച്ചായിരിക്കണം എംപ്ലോയീസ് ബിഹേവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു എംപ്ലോയീസും ആ ഓർഗനൈസേഷനിൽ ഉള്ള പോളിസീസോ അവരുടെ റൂൾസോ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയുന്ന ഓർഗനൈസേഷൻ കൾച്ചറാണ് നോർമേറ്റീവ് കൾച്ചർ, സാധാരണ രീതിയിലുള്ള കൾച്ചർ. എന്തൊക്കെ പോളിസീസാണോ ഓർഗനൈസേഷനിലുള്ളത് അതിനനുസരിച്ച് എംപ്ലോയീസ് പോകുന്നത് ബിഹേവ് ചെയ്യുന്നതൊക്കെ അതിനനുസരിച്ചാണ് എങ്കിൽ അങ്ങനെയുള്ള കൾച്ചറിനെയാണ് നോർമേറ്റീവ് കൾച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് പ്രഗ്മാറ്റീവ് കൾച്ചർ. പിന്നെ പ്രഗ്മാറ്റീവ് കൾച്ചർ മോർ എംഫസിസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ക്ലയൻറ്റ്സ് ആൻഡ് എക്സ്റ്റേണൽ പാർട്ടീസ്. Customer satisfaction is the main motive of the employees in a pragmatic culture. Such organizations treat their clients as gods and do not follow any set rules. Every employee tries hard to satisfy his clients to expect maximum business from their side. Next organizational culture ആണ് pragmatic culture. ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരുടെ ക്ലയൻസിനും എക്സ്റ്റേണൽ പാർട്ടീസിനുമാണ്. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഓരോ എംപ്ലോയീസിൻ്റെയും മെയിൻ മോട്ടീവ് എന്നാണ് പ്രഗ്മാറ്റിക് കൾച്ചർ പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ക്ലയൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഗോഡായിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. എങ്ങനെയാണോ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുക അതിൽ ഇവിടെ മാക്സിമം ബിസിനസ് നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസ് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് നിൽക്കും. പ്രത്യേകിച്ച് സെറ്റ് ഓഫ് റൂൾസ് ഒന്നും എവിടെ ഇല്ല, പ്രഗ്മാറ്റിക് കൾച്ചർ ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ അക്കാഡമിക് കൾച്ചർ. ഓർഗനൈസേഷൻസ് ഫോളോയിങ് അക്കാഡമിക് കൾച്ചർ ഹയർ സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ഡെലിഗേറ്റഡ് അക്കോർഡിംഗ് ടു ദ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഓഫ് ദി എംപ്ലോയീസ്. Organizations following academic culture are very particular about training the existing employees. They ensure that various training programs are being conducted at the workplace to improve the skills of the employees. The management makes sincere effort to upgrade the knowledge of the employees to improve their professional competence. The employees in an academic culture stick to the organization for a longer duration and also grow within it. Educational institutions, universities, hospitals, etc. practice such a culture. മൂന്നാമത്തെയാണ് അക്കാഡമിക് കൾച്ചർ. ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് അക്കാഡമിക് കൾച്ചർ ആണ് എങ്കിൽ അവർ ഹയർ ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും. ഓർഗനൈസേഷനിൽ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസിൻ്റെയൊക്കെ ബേസിസിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് അക്കാഡമിക് കൾച്ചർ ആണ് എങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നതും അതിനനുസരിച്ചായിരിക്കും. എംപ്ലോയീസിന് വേണ്ടി ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് എംപ്ലോയീസിൻ്റെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നതും അക്കാഡമിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. എംപ്ലോയീസിൽ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് കൊണ്ടുവരാനും അവരുടെ നോളജിനെ അപ്ഗ്രേഡ് ചെയ്യാനും മാനേജ്മെൻറ്റ് സിൻസിയർ ആയിട്ടുള്ളൊരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അതൊക്കെ എടുക്കുന്നത് അക്കാഡമിക് കൾച്ചറിലൂടെയാണ്. ഒരു അക്കാഡമിക് കൾച്ചറിലൂടെ കടന്നു പോകുന്ന ഒരു എംപ്ലോയി ആണ് എങ്കിൽ ആ എംപ്ലോയി
ഒരുപാട് കാലം ലോങ്ങർ ഡ്യൂറേഷൻ ആ ഓർഗനൈസേഷനിൽ നിലനിൽക്കുകയും അതിനനുസരിച്ച് ഗ്രോ ചെയ്യുകയും ചെയ്യും. എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ്, ഹോസ്പിറ്റൽസ് ഒക്കെ അതിൻ്റെ ഈ അക്കാഡമിക് കൾച്ചറാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. Then fourth one, baseball team culture. A baseball team culture considers the employees as the most treasured possession of the organization. The employees are the true asset of the organization who have a major role in its successful functioning. In such a culture, the individuals always have a upper edge and they do not bother much about their organization. Advertising agencies, event management companies, financial institutions follow such a culture. ബേസ്ബോൾ കൾച്ചർ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനിൽ ഉയർന്ന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. എംപ്ലോയീസാണ് ആ ഓർഗനൈസേഷനിലെ ട്രൂ അസറ്റ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ ഫങ്ഷൻ്റെ മേജർ റോൾ നിർവഹിക്കുന്നത് എംപ്ലോയീസ് ആണ്. അങ്ങനെയുള്ളൊരു കൾച്ചറിൽ ഓർഗനൈസേഷനിലേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എംപ്ലോയീസിനായിരിക്കും. അങ്ങനെയുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്നതാണ് അഡ്വർടൈസിങ് ഏജൻസീസ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബേസ്ബോൾ ടീം കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ക്ലബ് കൾച്ചർ. Organizations following a club culture are very particular about the employees they recruit. The individuals are hired as per their specializations, educational qualification, and interest. Each one does what he is best at. The high potential employees are promoted suitably, and appraisals are a regular feature of such a culture. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഹയർ ചെയ്യുന്നത് അവരുടെ സ്പെഷ്യലൈസേഷനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അവരുടെ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും. അവരോരോരുത്തരും അവരുടെ ബെസ്റ്റ് പെർഫോം ചെയ്യും. അതിൽ ഹൈ പൊട്ടൻഷ്യലുള്ള എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനനുസരിച്ച് അവരെ വിലയിരുത്തുകയും ചെയ്യും. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് ഫോർട്രസ് കൾച്ചർ. There are certain organizations where the employees are not very sure about their career and longevity. Such organizations follow fortress culture. The employees are terminated if the organization is not performing well. Individuals suffer the most when the organization is at a loss. Stockbroking industries follow such a culture. അടുത്ത പറയുന്ന കൾച്ചറാണ് ഫോർട്രസ് കൾച്ചർ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അവിടെ കൂടുതൽ പ്രാധാന്യമില്ല. അവിടുത്തെ എംപ്ലോയീസിന് എത്രത്തോളം കാലം അവർ ആ ഓർഗനൈസേഷനിൽ നിൽക്കുമെന്നും ഷുവർ ഉണ്ടാവില്ല. ഓർഗനൈസേഷൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ല എങ്കിൽ എംപ്ലോയീസിനെയൊക്കെ ആ ഓർഗനൈസേഷൻ ടെർമിനേറ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽസ് കൂടുതലായിട്ട് സഫർ ചെയ്യുന്നത് ഓർഗനൈസേഷന് ഒരു ലോസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ്. സാധാരണയായി ഇങ്ങനെയുള്ള ഫോർട്രസ് കൾച്ചർ ഫോളോ ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇൻഡസ്ട്രീസ് ആണ്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് ടഫ് ഗൈ കൾച്ചർ. In a tough guy culture, feedbacks are essential. The performance of the employees is reviewed from time to time and their work is thoroughly monitored. Team managers are appointed to discuss queries with the team members and guide them whenever required. The employees are under constant watch in such a culture. ടഫ് ഗൈ കൾച്ചറിൽ ഫീഡ്ബാക്ക് അത്യാവശ്യമാണ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ സമയാസമയങ്ങളിൽ റിവ്യൂ ചെയ്യുകയും അവരുടെ വർക്കിനെ മോണിറ്റർ ചെയ്യാനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് നോക്കും. ടീം മെമ്പേഴ്സുമായിട്ട് അന്വേഷണങ്ങൾ നടത്താനും അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഗൈഡ് ചെയ്യാനും ടീം മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ കൾച്ചർ എപ്പോഴും നിരന്തരമായിട്ട് എംപ്ലോയീസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറാണ് ടഫ് ഗൈ കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, bet your company culture. Organizations which follow bet your company culture take decisions which involve a huge amount of risk, and the consequences are also unforeseen. The principles and policies of such an organization are formulated to address sensitive issues and it takes time to get the results. Bet your company culture ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അവരെടുക്കുന്ന ഡിസിഷൻസിൽ ഹൈ റിസ്ക് ആയിരിക്കും ഇൻവോൾവ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കും. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസും പോളിസീസും ഫോമുലേറ്റ് ചെയ്യുന്നത് സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും.
Ninth one, process culture. As the name suggests, the employees in such a culture adhere to the processes and procedures of the organization. Feedbacks and performance review do not matter much in such organizations. The employees abide by the rules and regulations and work according to the ideologies of the workplace. All government organizations follow such a culture. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആ ഓർഗനൈസേഷനിലെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒക്കെ പാലിക്കുന്നുണ്ട്. ഇത്തരം ഓർഗനൈസേഷനിൽ ഫീഡ്ബാക്കും പെർഫോമൻസ് റിവ്യൂ ഒന്നും കൺസിഡർ ചെയ്യാറില്ല. ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ജോലിസ്ഥലത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിച്ചായിരിക്കും പോകുന്നത്. സാധാരണ എല്ലാ ഗവൺമെൻറ് ഓർഗനൈസേഷനും ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്.